ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഒരു വേണ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. വേറെ എങ്ങോട്ടുമല്ല, ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്ന് അവിടെ ഒന്ന് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാക്കനാട് നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാക്കനാട് നമ്മൾ ജിറ്റിയുടെ വീട്ടിലാണിപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇനി നമ്മുടെ വീട്ടിലേക്ക് ചേർത്തലേക്ക് പോവാണ്. ഇവിടുന്ന് ഏകദേശം 45 കിലോമീറ്റർ പറ്റുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയ കാരണം രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണിയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ബ്ലോക്കാണ് ഈ കാണുന്നത്. നമ്മുടെ കാക്കനാടെന്ന് കയറുന്നതിൻ്റെ ഉള്ളൊരു തിരക്കാണ്. പിന്നെ നമ്മൾ നേരെ വൈറ്റിൽ വിളിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നത്. മറ്റേ പൈപ്പ് ലൈനിൽ പോയാലും നേരെ പോയി കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ പോകാം. പൈപ്പ് ലൈനിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയമായത് കൊണ്ട് നല്ല ബ്ലോക്കും കാര്യങ്ങളുണ്ടാവും. ഇവിടെ തന്നെ ഈ ബ്ലോക്കാണ്. അപ്പോൾ പിന്നെ നമ്മുടെ പൈപ്പ് ലൈൻ കയറി കഴിഞ്ഞാൽ അതിലും വലിയ ബ്ലോക്കായിരിക്കും. പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ മറ്റേ ഇവിടം വഴി പോകാം, ഇരുമ്പനം അങ്ങനത്തെ പൂണത്ര വഴി പോകാനൊന്നും കുഴപ്പമില്ല. നേരെ അവിടെ നിന്ന് നേരെ മരട് എന്ന് കയറി അങ്ങനെ പോവാം. അവിടെയും ഈ സമയത്ത് ബ്ലോക്ക് ഉണ്ടാവും. പൂണത്രയ്ക്കോട്ട് കയറി വരണമെങ്കിൽ ഒരു ബ്ലോക്ക് കാണും. അത് കാരണം നമ്മൾ ഈസി റൂട്ട് പിടിച്ചാണ് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ കട്ട് ചെയ്ത് നമ്മുടെ നേരത്തെ പോയിക്കൊണ്ടിരുന്ന റൂട്ട് തന്നെയാണ്. നമ്മളിവിടെ നേരെ കട്ട് ചെയ്ത് നമ്മുടെ ഇരുമ്പനം കയറാതെ നേരെ വൈറ്റിലേക്ക് പോകുന്ന ഷോർട്ട് കട്ടാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് പോലും വേണ്ട, അതിനുള്ളിൽ നമുക്കെത്തും. ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് എത്താൻ പറ്റിയ റോഡാണ്. ചെറിയ റോഡാണ്. പിന്നെ അതിൻ്റേതായ കാര്യങ്ങൾ തിരക്കുകൾ വന്നാൽ മാത്രമേ ഈ റോഡ് പ്രശ്നം. അല്ലെങ്കിൽ ഈ ഒരു ഈസി റോഡാണ് വയറ്റിലേക്ക് എത്താൻ. കാക്കനാടെന്ന് പറഞ്ഞവർക്കായാലും ഇരുമ്പനത്തിൽ നിന്ന് പോകുന്നവർക്കായാലും ഈസി റോഡാണ്. ഇത് നമ്മുടെ ഇങ്ങോട്ട് പോകുന്ന റോഡാണ്. നമ്മുടെ ഏരൂരൊക്കെ പോകുന്ന റൂട്ടാണിത്. അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ഈ ഒരു സ്ഥലം പൊളിയാണ് കേട്ടോ. വൈറ്റിലയുടെ അല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ വേറെ സൈഡ് കാണണമെങ്കിൽ ഈ റൂട്ട് വന്നാൽ മതി. ഇത് നമ്മുടെ ഈ കാണുന്ന ഇന്ത്യൻ ഓയിലിൻ്റെയൊക്കെ ഏതൊരു ഭാഗമാണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റോഡാണ്, കുഞ്ഞു റോഡുമാണ്. തിരക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് വയറ്റിലേക്ക് എത്താൻ പറ്റും. കാക്കനാടെന്ന് പോകുന്നവർക്കായാലും ഇരുമ്പനത്തിൽ നിന്ന് പോകുന്നവർക്കായാലും. അതുപോലെ ഇടയ്ക്കൊരു വണ്ടി വന്ന് കയറിയാലും മാത്രമേ പ്രശ്നമുള്ളൂ. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാര്യം വീട്ടിലേക്ക് കുറേ നാൾക്ക് ശേഷമാണ് പോകുന്നത്. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ടും വീട് പളച്ച് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടും കുറേ ആയിപ്പോൾ അങ്ങോട്ടൊക്കെ പോയിട്ട്. അപ്പോൾ ഈ ഒരു പോക്ക് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയയിൽ പോയി ലെഫ്റ്റിലേക്ക് വൈറ്റിലേക്ക് അങ്ങനെ പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത്. പിന്നെ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്ന കാര്യം അത് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ്. സ്വന്തം വീട്ടിലേക്ക് ഇങ്ങനെ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം പോവുകയാണെങ്കിൽ വളരെയധികം ഒരു സന്തോഷമുണ്ട്. അതെന്താ പോയത്, റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിലേക്ക് പോകണ ചേച്ചി ഇടിച്ച് എന്താ അത് ഡ്രൈവിൻ്റെയൊക്കെ ഒരു മികവാണ് ഇപ്പോൾ കണ്ടത്. ആ ചേച്ചി റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് പോയിക്കൊണ്ടിരിക്കുക, ലെഫ്റ്റിലേക്ക് കിട്ടിയത്. അതൊക്കെയാണ് കോമഡി. എന്നിട്ട് നമ്മളങ്ങനെ തട്ടിക്കഴിഞ്ഞ് ഇപ്പോഴും ഇൻഡിക്കേറ്റർ വരെ മാറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോഴും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ആളാണ് വെട്ടി പോകട്ടാ പോകുന്നത്. എന്താ പറയുക, ഞാൻ പുറകെ പിടിക്കാൻ നോക്കുക, പക്ഷെ ആൾ നല്ല കിടിലം പോക്കാൻ പോകുന്നത്. ഇട്ടഴിച്ചങ്ങ് പോയേക്കോ. എൻ്റെ മോനെ എന്താ പോക്കാൻ നോക്ക്, വെട്ടി പോകെ പോലെ പോയിക്കൊണ്ടിരിക്കുക. ഇൻഡിക്കേറ്റർ വരെ നോക്കി കിട്ടിയില്ലായിരുന്നു. എൻ്റെ മോനെ ജാതി സാധനപ്പെടും. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള പോക്ക്. അപ്പം നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലേക്ക് കുറേ നാളുകൾക്ക് ശേഷം പോകുന്ന, അല്ലെങ്കിൽ ദൂരത്തുനിന്ന് വീട്ടിലേക്ക് പോകുന്ന. മറ്റേ സുരേഷ് ഗോപി ഏതോ സിനിമയാണ് വരണ ആവശ്യമുണ്ട് ഇതിനകത്ത് പറയുന്ന പോലെ വൺസ് ഇൻ എ വൈസ് ട്രാവൽ ടു അവർ ഹോം എന്ന് പറയുന്ന പോലെ അതൊരു പ്രത്യേക ഫീലാണ്. ആ ഫീല് അറിഞ്ഞിട്ടുള്ളവർക്കും അറിയാത്തവർക്കൊക്കെ ഒരു ഇതായിരിക്കും. അപ്പോൾ നമ്മളിതേ വയറ്റിൽ ഹബ്ബ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ചെറിയൊരു വഴിയുണ്ട് കട്ട് ചെയ്യാനായിട്ട്. ഇതിങ്ങനെ നേരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ചെന്ന് നമ്മുടെ എലച്ചി വന്ന് ചാടാൻ പറ്റും. ആ ഒരു എളുപ്പ വഴിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ചാടിയത്. വേണ്ട 10 മിനിറ്റിനുള്ളിൽ വയറ്റിലെത്തും. ബ്ലോക്കും കാര്യങ്ങളൊന്നും ടപ്പേന്ന് പറഞ്ഞ് നമുക്ക് എത്താൻ പറ്റും. അതാണ് ഞാൻ ഈ റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഇതാകുമ്പോൾ തിരക്കില്ല, ഒന്നുമില്ല, പ്രശ്നമില്ല. പിന്നെ ഈ 9 മണി സമയത്ത് തിരക്കുണ്ടാകും, അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും നമുക്ക് നേരെ ഇവിടുന്ന് നേരെ കട്ട് ചെയ്യുക, നേരെ അരുവി എന്നിട്ട് അവിടെ നിന്ന് പിന്നെയും കട്ട് ചെയ്ത് പോവുക. അതാണ് പ്ലാന്. നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ബ്ലോക്ക് കിട്ടും. കാര്യം റോഡ് പണിയൊക്കെ നടക്കുന്ന കാരണം നല്ല രീതിയിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനൊരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. പിന്നെ ഇന്ന് നേരെ ചെല്ലുക, വീട്ടിൽ ചെന്നിട്ട്
എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുക, അവിടെ കുറച്ച് വൃത്തിയാകാനും പരിപാടിയുണ്ട്. ഇത് നമ്മുടെ അരൂർ റൂട്ടാണ്. നമ്മുടെ അരൂരിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മുടെ പള്ളിപ്പുറം പൂച്ചാക്കൽ റൂട്ടാണ്. അതായത് വടതല പൂച്ചാക്കൽ അങ്ങനെ കയറി നമ്മുടെ അരൂർ പള്ളി അങ്ങനെ കയറി നേരെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചേർത്തല ടൗണിൽ ചെന്ന് ചേരാൻ പറ്റും. അതാണ് ഏറ്റവും ഈസി വഴി. പിന്നെ ഇപ്പോൾ ഈ റോഡ് പണിയൊക്കെ നടക്കുന്ന കാരണം എല്ലാവരും ഇങ്ങനെ കട്ട് ചെയ്താണ് പോകുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഈ റൂട്ടിൽ ഇപ്പോൾ നല്ല തിരക്കാണ്, മറ്റേ റൂട്ടിൽ ഇപ്പോൾ തിരക്കും കുറവാണ്. അതായത് NH വഴി പോകുമ്പോൾ തിരക്ക് കുറവ്. ഇവിടെ ഇപ്പോൾ എല്ലാവരും റോഡ് പണി നടക്കുന്നവരും മാക്സിമം എല്ലാവരും ഈ റൂട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് ഇവിടുന്ന് നേരെ വിട്ടടിച്ച് പോവാം, നല്ല റോഡാണ്. പിന്നെ വളവും തിരുവല്ല പ്രൈവറ്റ് ബസ്സൊക്കെ കയറി വരും, അത് മാത്രം ഒരു പ്രശ്നം. അല്ലെങ്കിൽ ഈ റൂട്ട് പൊളിയാം. ഇത് നമ്മുടെ അരൂർക്കുറ്റിപ്പാലം എന്ന് പറയുന്നു. അറിയാത്തവരും അറിയുന്നവർക്കൊക്കെ ഇട്ട് പ്രത്യേകം പറഞ്ഞതന്നെ ഉള്ളൂ. എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും അരൂർക്കുറ്റിപ്പാലമൊക്കെ. നമ്മുടെ മുഴുവനവരുടെ ഓഫീസ് ഇപ്പുറത്തവിടെയുണ്ട്. ഇവിടെ ഇല്ല, NHൻ്റെ ആ സൈഡിലും കണ്ടത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് മറ്റേ മറിവായൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഈ ഏരിയയിലാണ്. അതിൻ്റെയൊക്കെ ഷൂട്ടിങ് നടക്കുന്ന അരൂർക്കുറ്റിപ്പാലം അതിനവിടെയൊക്കെ ഉള്ള കടകളിലൊക്കെ ഷൂട്ട് ചെയ്യുന്നു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന വഴിക്ക് ഒരു ഷൂട്ടിംഗ് കണ്ട്. ഇത് സിനിമയാണെന്ന് ചോദിച്ചു, പക്ഷേ നിർത്താൻ സമയത്ത് നമുക്ക് പിന്നെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അതൊരു ഷൂട്ടിംഗ് കണ്ട്. സിനിമയാണ് എന്താണെന്ന് വെച്ചിട്ട് എന്തൊരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ആരൂരിൻ്റെ അവിടെ വെച്ച്. പിന്നെ നമുക്ക് നേരെ വിട്ടടിച്ച് പോകാം, വേറെ കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ പോവുക, അവിടെ ക്ലീനിങ് നടത്തണം. പിന്നെ വേറെ റൂമുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്യണം. കാര്യം അമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരണമെന്നുണ്ട്. അതിന് വേണ്ടിയാണ് പോകുന്നത്. ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഒന്നാമത് ഈ പൊടി അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ കുറച്ച് നേരത്തേക്ക് ശ്വാസം മുട്ടല്ല, പൊടി അലർജി ഉള്ളതുകൊണ്ട് പൊടി അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവില്ല. 2-3 മാസത്തേക്ക് പിന്നെ തുമ്മലും പനിയും വരും. അതാണ് എനിക്ക് ഏറ്റവും വലിയ പേടിയത്. കേട്ടോ, ക്ലീനിങ് നടക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥയെന്ന് അറിയുന്നില്ല. പിന്നെ ഈ റൂട്ട് വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം രാവിലെ വരുന്നതാണ് കുഴപ്പമില്ല. നൈറ്റ് വരുവാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പട്ടിയൊക്കെ ഉണ്ട് ഈ റൂട്ട്. പെട്ടെന്ന് വന്ന് വെട്ടം കഴിഞ്ഞ് ഞാൻ പണ്ട് എറണാകുളത്ത് നിന്ന്, അതായത് നേരത്തെ എറണാകുളത്ത് നിന്ന സമയത്തൊക്കെ നൈറ്റാണ് ഞാൻ മിക്കപ്പോഴും വരുന്നത്. ഒരു 10 മണി കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങും. ഇവിടെ ഒരു 12 മണിയല്ല 11:30 എത്തും. 10 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 11 മണിക്കുള്ളിൽ എന്തായാലും എത്തും. അപ്പോൾ ഈ റൂട്ട് കയറി വരുമ്പോഴത്തേക്കും ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മനുഷ്യൻ റോഡിൽ കാണില്ല. ഒറ്റ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യൻ. നമ്മളാ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒന്ന് പൈപ്പ് ലൈനിലോ അല്ലെങ്കിൽ ആ മരടിൻ്റെ അവിടെയൊക്കെ ഒരു ചെറിയ ബ്ലോക്ക് കിട്ടിയാൽ മാത്രമേ. അല്ലെങ്കിൽ ഈ റൂട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വിട്ടടിച്ചെങ്കിൽ പോവുകയും ചെയ്യാം. പക്ഷെ അങ്ങനെ വിട്ടടിച്ച് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പട്ടി ഉണ്ടാവും. പട്ടി വന്ന് നേരെ വട്ടം ചാടും. എനിക്ക് കുറേ തവണ അതുപോലെ പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് കാരണം ഇവിടെ നൈറ്റ് വരുമ്പോൾ പിന്നെ ഇറങ്ങാൻ പറയുന്നത് ഒരു 9 മണി ടൈമിലൊക്കെ ഇറങ്ങാൻ പറയുന്നത്. അങ്ങനെ വന്നിട്ടുണ്ട് ഈ റൂട്ട്. പിന്നെ നൈറ്റൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഈ റൂട്ട് ഒരു കുഴപ്പമില്ല. ഒരു വൈകിട്ടൊരു രാവിലെ 7 ഒരു 8 to 9 ഈ സാഹിത്യയുടെ വർക്കിംഗ് ഡേ ആണ് വരുന്നതെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ടാകും. പിന്നെ അതൊരു ബ്ലോക്ക് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച സമയത്ത് ഒരു 12 to 1 മണി സമയത്ത്. കാര്യം ഇവിടെ കുറേ മറ്റേ മുസ്ലിം പള്ളീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ പള്ളിയിൽ പ്രാർത്ഥിക്കാനൊക്കെ പോയി അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളുണ്ട്. ഈ അരൂർ വടതല ആ ഏരിയ ഫുള്ള് കുറേ മുസ്ലിം പള്ളിയുണ്ട്. പിന്നെ അതിൻ്റെ ഒരു തിരക്ക് വരും. പിന്നെ തിരക്ക് വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ വൈകിട്ട് സമയത്ത് 3:30 to 5 മണി വരെ. കാര്യം ആ സമയത്ത് നല്ല ബ്ലോക്കും കാര്യങ്ങളും വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ടൈമാണ്. ഇവിടെ നിറയെ സ്കൂളുകളുണ്ട്. ഈ അരൂരിൽ നിന്ന് നമ്മൾ ചേർത്തല വരെ വന്ന വഴിക്ക് ചെറവറ സ്കൂളുകളാണ്. അതിൻ്റെ ഒരു ബ്ലോക്ക് വരും. എപ്പോഴാണ് തിരക്കില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടായില്ല. 9 to 10, 11, 12 മണി വരെ കുഴപ്പമുണ്ടായില്ല. പിന്നെ 1 മണി to ആ ഒരു ടൈം ബ്ലോക്ക്. ഈ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ടീംസ് അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ബ്ലോക്ക്. പിന്നെ ഒരു 3 to 4 വരെ പിന്നെ കുഴപ്പമില്ല. 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്കൂൾ ടൈം പിള്ളേരും വരുന്നുള്ള ആ ഒരു ബ്ലോക്ക്. ഞാൻ പിന്നെ ആ സമയം നോക്കി ഇറങ്ങിയൊന്നുമില്ല. ഞാൻ ഇറങ്ങി വന്നപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ ഉച്ചക്കടിക്കുമ്പോഴാണല്ലോ നമ്മളെവിടേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് എനിക്ക് ബ്ലോക്കും കാര്യങ്ങളും ആ നമ്മളെ കാക്കനാട് മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയൊന്നും ഇങ്ങനെ ബ്ലോക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇടയ്ക്കൂടെ കുത്തിക്കയറ്റി പോകുന്ന കാരണം അതും കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമായിട്ട് ഞാനിപ്പോൾ മറന്നുപോയി. അങ്ങനെ നമ്മൾ ചേർത്തല എത്തിയിരിക്കുകയാണ്. നമ്മൾ ചേർത്തല ടൗണിലേക്ക് പ്രവേശിച്ച് ഞാൻ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചേർത്തല ടൗണിൽ കൂടെ പോവുകയാണ്. എനിക്കൊന്ന് ഇത് ചെയ്യണം, പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യണം.
കാര്യം തീർന്നിട്ട് കുറച്ച് നാളായി ഇതുവരെ പൊല്യൂഷൻ ടെസ്റ്റ് അത് ഇത് ചെയ്തില്ല. കാര്യം ഇതിനിടയ്ക്ക് ഞാൻ സൊമാറ്റോ ഓടുന്ന കാരണം അത് ചെയ്യാൻ സമയം കിട്ടില്ല. ഇവിടെ ഒരു കടയുണ്ട്, നമ്മളിവിടെ ഉള്ളപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഒരു കടയുണ്ട് പൊല്യൂഷൻ. അപ്പോൾ അവിടെ വന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേക്കറി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ 11-ാം മൈലിൽ നിന്ന് കട്ട് ചെയ്ത് ബേക്കറി ജംഗ്ഷൻ വന്ന് അങ്ങനെ പോകുന്ന റൂട്ടാണ്. ഞാൻ ഈ റൂട്ട് എടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ സ്കൂളുണ്ട്, അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാൽ. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ വ്ലോഗ് എടുത്തില്ലെന്നാണ് തോന്നുന്നത്, പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്തായിരുന്നു. നമ്മുടെ സ്കൂൾ കാണിക്കണമെന്ന് വിചാരിച്ച്. പിന്നെ അന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ വ്ലോഗ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു NH-ൻ്റെ ഫ്ലൈ ഓവറൊക്കെ ഇവിടെ ഇട്ടാന്ന് നിർമ്മിക്കുന്നതെന്ന് തോന്നുന്നു. അതിനാന്ന് തോന്നുന്നു അവിടെ കുറച്ച് അപ്പുറത്തേക്കൊക്കെ ഈ കൺസ്ട്രക്ഷൻ്റെ ആൾക്കാരും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കമ്പി എന്നൊക്കെ പറയും. നിങ്ങൾക്ക് അങ്ങനെ ആർക്കറിയത്തില്ല, ഞങ്ങൾ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, ഞങ്ങളുടെ നാട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും കോഴിക്കമ്പി. പണ്ട് ഇതൊരു കോഴിക്കമ്പിലായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ്, ഹെലികോപ്റ്റർ വന്നിറങ്ങിയ സ്ഥലം കൂടെ ആണ് ഇവിടെ. അവിടെ ഇതുണ്ട്, റൺവേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കോഴിക്കമ്പനിയിൽ. ഞാനൊക്കെ എനിക്ക് തോന്നുന്നത് ചെറുതിലെങ്ങാണ്ട് കണ്ടിട്ടുള്ളത്. ഇതാണ് എൻ്റെ സ്കൂൾ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. എനിക്ക് തോന്നുന്നു 5 തൊട്ട് 10 വരെ ഞാനിവിടെ പഠിച്ചത്. 5ാം ക്ലാസ് ടു 10, +1 +2 പിന്നെ നമുക്കിവിടെ അഡ്മിഷൻ കിട്ടിയില്ല, അത് കാരണം പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ 5 തൊട്ട് 10 വരെ എൻ്റെ സ്കൂൾ ടൈം ഈ ഒരു സ്കൂളിലായിരുന്നു, ഗവൺമെൻറ് DVHS ചാരമംഗലം. വളരെ ഫേമസ് ആയിട്ടുള്ള സ്കൂൾ കൂടിയാണിത്. ഒരുപാട് സ്പോർട്സ് ആൾക്കാർ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഷീറ്റ് ഉണ്ടോ, അവിടെയായിരുന്നു ഞാൻ ട്യൂഷൻ പഠിച്ചത്. റസൽസ് കോളേജ്, അവിടെയാണ് ഞങ്ങൾ ട്യൂഷൻ. അതായത് എനിക്ക് 5 തൊട്ട് അത് തന്നെ 10 വരെ ട്യൂഷൻ ഇവിടെ തന്നെയായിരുന്നു. അതിന് കുറച്ച് മെമ്മറീസ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞു പോയതൊരു കൂറ്റേരി അമ്പലം, ഈ ശ്രീരാമക്ഷേത്രം, ഇവിടെയെങ്കിലും ഉത്സവം വരാൻ പോവാണ്. അപ്പം അതിനി പ്രാവശ്യം വരണം, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എന്നാലും നമ്മുടെ വീടെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ കുറേ ചൈൽഡ്ഹുഡ് മെമ്മറീസ് കുറേ ഉള്ള സ്ഥലങ്ങളാണ് ഈ ഒരു വഴി എന്നൊക്കെ പറഞ്ഞ്. പണ്ട് നമ്മൾ സ്കൂൾ കഴിഞ്ഞിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ടൊക്കെ വരുന്ന രാത്രിയിലൊക്കെ നമ്മൾ ട്യൂഷൻ കഴിഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു നമ്മൾ ട്യൂഷൻ കഴിഞ്ഞ് 5:30 ട്യൂഷൻ തീരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആണ് നമ്മൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഈ റൂട്ട് വഴിയൊക്കെ പാതിരാത്രി സൈക്കിളൊക്കെ ചവിട്ടി വന്നിട്ടുണ്ട്. കുറേ ഓർമ്മയുണ്ട്. ഇതെൻ്റെ വീട്ടിലേക്ക് കയറുന്ന വഴിയാണ്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതോ ഒരു കാട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കും, പക്ഷേ ഇത് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. പിന്നെ എൻ്റെ വീട്ടിലേക്ക് സ്വന്തമായിട്ട് റോഡൊന്നുമില്ല. ഇത് ഞങ്ങൾക്ക് വഴിയില്ലാത്ത ടൈമിന് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന റോഡാണ്. അപ്പുറത്തോട്ട് ഇത് നേരെ എൻ്റെ വീട്ടിൽ വന്ന് വരും. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വീട്ടിലൊക്കെ വന്നിരുന്ന് അത് കഴിഞ്ഞിട്ട് വൃത്തിയാക്കുന്ന ആൾ വന്നില്ല. എന്നിട്ട് ഞാൻ വെറുതെ ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ തേങ്ങയൊക്കെ ഏതാണ്ടൊക്കെ ഇട്ടായിരുന്നു, അതൊക്കെ വലിച്ചായി കൂട്ടി ഈ ഒരു കാട് വൃത്തിയാക്കാനാണ് ഞാൻ വന്നത്. പക്ഷെ അത് നടന്നില്ല. ഇനി പിന്നെ ഒരിക്കൽ കൂടെ വരേണ്ടി വരും. ഞാൻ ആദ്യം വിചാരിച്ച് ഈ വ്ലോഗ് ഷൂട്ട് ചെയ്യണ്ടെന്ന്, പിന്നെ ഞാൻ വെറുതെ ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ. ഞാനപ്പോൾ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്, ഞാൻ പോകാമെന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ച് അവിടെ നിന്നൊരു 12:30 സമയമായപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങനെ പോണ വഴിക്കാണ് നമ്മുടെ ഉള്ളവയ്പ്പിൻ്റെ കാര്യം ആലോചിച്ചത്. അതായത് നമ്മുടെ ഉള്ളവയ്പ്പ് ഒരു സ്ഥലമുണ്ട്, ഇപ്പോൾ തന്നെ ഉള്ളവയ്പ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലം. എനിക്ക് തോന്നുന്നു പള്ളിപ്പുറം, ചേർത്തല, നിങ്ങളുടെ ആൾക്കാർക്കൊക്കെ ആ ഒരു ഏരിയ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ചുറ്റിലൊരു സ്ഥലമാണ്. നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളെ കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയാൽ. പിന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണി സമയമാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു കാണാനിപ്പോൾ ഉച്ചക്കടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കാര്യം ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, രാവിലെ ഒരു 9 മണി വരെയൊക്കെ വന്ന് ഇവിടെ ഇരിക്കാൻ കൊള്ളാം. അല്ലെങ്കിൽ ഒരു വൈകിട്ട് ഈവനിങ് ടൈമിനൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കിടിലൻ അപ്പുറം ഇപ്പുറമൊക്കെ നല്ല കായലാണ്, നമ്മുടെ വേമ്പനാട് കായലൊക്കെയാണ് സെറ്റപ്പ്. ഇവിടെ എനിക്ക് തോന്നുന്നു മെയിനായിട്ട് വീഡിയോ ഷൂട്ടിങ്ങിന് അങ്ങനത്തെ ടീമൊക്കെ വരും. വീഡിയോ കല്യാണം ആൽബം ഷൂട്ട് ചെയ്യാൻ അങ്ങനെയുള്ളവരൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇവിടുത്തുകാരൊക്കെ വൈകിട്ട് ചൂണ്ടാൻ അങ്ങനത്തെ സെറ്റപ്പിനൊക്കെ വരുന്നത്. സ്ഥലം പൊളിയാണ്. വൈകിട്ടൊക്കെ വന്നിരിക്കാൻ നല്ല രസം. സൺസെറ്റൊക്കെ കണ്ട് ഇങ്ങനെ കുറേ നേരം ചില്ല് ചെയ്തിരിക്കാൻ പറ്റും. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഉളയിപ്പൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പൂച്ചാക്കലാണ് സ്ഥലം. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചാക്കളെന്ന് പറയും. എനിക്ക് തോന്നുന്നു നേരത്തേക്ക് ഇവിടെ കുറേ 4 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ ഞായറാഴ്ചയ്ക്ക് ഇതുപോലെ ഓർമ്മിച്ചിരിക്കുമ്പോൾ ഇങ്ങോട്ട് വണ്ടി എടുത്തിട്ടാണ്. വണ്ടിയുള്ള ടൈമിലുണ്ട് ഈ കൂട്ടുകാരുമായിട്ട് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. ഇതാണ് സ്ഥലം കേട്ടോ, കിട്ടുന്ന സ്ഥലമാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചത്. വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി വെക്കട്ടെ. ഇവിടെ നടക്കൊന്നും കൊണ്ട് വണ്ടി വിട്ടാൻ പറ്റില്ല. ഇവിടെ അധികം ആഴൊന്നുമില്ല.
പക്ഷെ ഇതാണ് ഉളയിപ്പം എന്ന് പറഞ്ഞ സ്ഥലം. നിങ്ങളൊന്ന് കാണിച്ചു തന്നുള്ളൂ. സംഭവം കിടലിനാണ്. കണ്ട ഇവിടെ ഒരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ മെയിൻ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കക്കവാറിൽ സെറ്റപ്പ്, പിന്നെന്താ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. അതിൻ്റെ ഷെഡാണെന്ന് തോന്നുന്നു കാണുന്നത്. ഇവിടെ എന്തോ ചെമ്മീൻ കെട്ടാണെന്ന് തോന്നുന്നു. മറ്റേ ഇതായിരിക്കും, ഈ മീൻ വളർത്തലായിരിക്കും. മറ്റേ ഷട്ടറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ പൊന്മാൻ ചെമ്മീക്കകത്ത് കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതാണ് സെറ്റപ്പ്. വേണ്ട ഇവിടെയൊക്കെ കക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഉളയിപ്പം എന്ന് പറഞ്ഞത്. ഇവിടെ എനിക്ക് മെയിനായിട്ട് വീഡിയോ കല്യാണ ആൽബം ഷൂട്ട് ചെയ്യാനൊക്കെ കുറച്ച് ടീം വരും. പിന്നെ വൈകിട്ട് ആൾക്കാർ ചൂണ്ടയിടാൻ അങ്ങനെ ചുമ്മാ ഈവനിങ്. പിന്നെ മെയിനായിട്ട് വരുന്ന കപ്പിൾസ് ടീമാണ്. കപ്പിൾസൊക്കെ കുറേ വന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഉളയിപ്പം എന്ന് പറയുന്ന സ്ഥലം. ഇത് ജസ്റ്റ് ഞാൻ പോകാൻ വഴിക്ക് നിങ്ങളെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ഈ സമയത്തൊന്നും ഇവിടെ ഒന്നും അധികം ആരും വരത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പോരാത്തിങ്ങനെ വർക്കിൻ്റെ കൂടെയാണ്, അത് കാരണം അധികാരം വരത്തില്ല ഈ ഒരു സ്ഥലത്ത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് വരുമായിരിക്കും. വൈകിട്ടൊക്കെ ആൾക്കാർക്ക് ഇവിടെയൊക്കെ വന്നിട്ട് ചൂണ്ടയൊക്കെ എടുക്കണ്ട. ഇതാണ് സെറ്റപ്പ്. വേറെ ലെവലായിരുന്നു സാധനം. സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വ്യൂ ആണ്. അപ്പുറത്ത് കാണുന്ന സൈഡിൽ കാണുന്ന വേമ്പനാട്ട് കായലാണ്. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന, റൈറ്റ് സൈഡിൽ കാണുന്ന ജസ്റ്റ് തുരുത്ത് പോലത്തെ സെറ്റപ്പാണ്. ഈ നടുക്കൂടെ ഇങ്ങനെ നടന്ന് നമുക്ക് പോകാം. അവിടെ ഒരു ഷെഡുണ്ട്. അതെന്താ സംഭവം എനിക്കത്തില്ല. അതിനകത്ത് ആൾക്കാരുണ്ട്. ഞാൻ വേണ്ടി അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ ഞാൻ അവർ വല്ല ചീത്ത വിളിക്കും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കാറുണ്ട്. വൈകിട്ടൊക്കെ ജസ്റ്റ് ടൈം പാസിനൊക്കെ വന്നിരിക്കുക. എനിക്ക് അവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. എനിക്ക് വീട്ടിൽ നിന്ന് എനിക്ക് വന്ന് ഒരു വേറെ പോയി കഴിഞ്ഞാൽ ഒരു 13-14 കിലോമീറ്റർ പറ്റേ കാണത്തില്ല എനിക്ക് വീട്ടിൽ നിന്ന് ഇവിടം വരെ. അതുകൊണ്ട് അധികം ദൂരമൊന്നുമില്ല. നമ്മൾ ഞായറാഴ്ചയ്ക്ക് ഇതുപോലെ ജസ്റ്റ് വാങ്ങിക്കാനും ചില്ലിയാനൊക്കെ വന്നിരിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ ഒരു ഉളയിപ്പം എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനത്തെ കായൽ ഏരിയയാണ്. നമ്മുടെ പള്ളിപ്പുറം, പൂച്ചാക്കൽ, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കുറേ സ്ഥലങ്ങളിലെ തവണക്കട തൊട്ട് അവിടെയൊക്കെ ഇതുപോലെ തന്നെ കായൽ സെറ്റപ്പാണ്. നമുക്കിങ്ങനെ വൈകിട്ടൊക്കെ വന്ന് കുത്തിയിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. തവണക്കട ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ തവണക്കട വരത്തില്ല. തവണക്കടവ് ഇതുപോലെ മറ്റേ ബോട്ടാണ്. നമ്മുടെ വൈക്കത്തേക്ക് തവണക്കട വന്ന് പോകുന്ന ബോട്ടിങ് ജങ്കാർ സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട്. അത് കാണിക്കണമെന്നുണ്ട്, പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ സൈഡിൽ കക്കയൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ കക്ക വരാൻ വള്ളമൊക്കെ കിടപ്പുണ്ടോ. കക്ക വരാൻ പോകുന്ന ടീമാണെന്ന് തോന്നുന്നു. അവിടെ വള്ളമൊക്കെ അവരുടെ വള്ളമാണ് ഈ കിടക്കുന്നത്. സൈഡിലൊക്കെ മറ്റേ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും കണ്ടോ ഇവിടെയൊക്കെ കപ്പിൾസ് വന്നിരിക്കുന്ന ഏരിയ. ഞായറാഴ്ചയൊക്കെ വരുമ്പോഴത്തേക്കും ഫുള്ള് കപ്പിൾസാണ്. എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ശനിയാഴ്ച കപ്പിൾസ് വന്നിരിക്കും. ഞാനിവിടെ കുറേ നേരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂറായിട്ട് ഇവിടെ വന്നിട്ട് കുറേ നേരം കുത്തിയിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്നതൊക്കെ കണ്ട. ഈ ഇവിടെ ഒരു വള്ളം കിടപ്പുണ്ട്, പിന്നെ അപ്പുറത്തൊരു വള്ളം കിടപ്പുണ്ട്. ഇവിടെയൊക്കെ കക്ക കൂട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നത് അരമുക്കാൽ മണിക്കൂറിനുള്ളിലായോ, അരമുക്കാലോ 1.5 മണിക്കൂറായി ഞാൻ ഇവിടെ വന്ന് കുത്തിയിരിക്കാനായിട്ട്. ചൂടുണ്ട്, വെയിലുണ്ട്, പക്ഷെ നമുക്കതൊന്നും അറിയത്തില്ല. നല്ല കാറ്റും കാര്യങ്ങളാണ്. പിന്നെ നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് നമ്മളെ പറയുന്ന വോയിസ് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ ഉണ്ടാവാതെ. കാറ്റ് നല്ലപോലെ അടിക്കുന്നുണ്ട്, അത് കാരണം വോയിസ് കേൾക്കുന്നുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ കാര്യമായിട്ടൊന്നുമില്ല. കണ്ട ആ ഭാഗത്ത് കുറച്ച് റിസോർട്ടും കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അത് വൈക്കല്ലെന്ന് തോന്നി. ആ ഭാഗത്ത് ഏതാണ്ടാണ് തവണക്കടവ് കണ്ടാന്ന് തോന്നുന്നു. എന്തോ ആണ് അവിടെ കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ മറ്റേ വീഡിയോ കല്യാണ ആൽബം അങ്ങനത്തെ സെറ്റപ്പ് വീഡിയോ ഫോട്ടോഷൂട്ട് അതിനൊക്കെ അവിടെ ആൾക്കാർ വരും. എന്നിട്ട് അവിടെ താമസിച്ചിട്ട് അവിടെ കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് മറ്റേ റിസോർട്ടാണ്, എന്തോ ഒരു റിസോർട്ടുണ്ട് അവിടെ. എനിക്ക് ആ റിസോർട്ടിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പുറം സൈഡിലുണ്ട്. ഇവിടുന്ന് വള്ളത്തിൽ പോകും. അവിടെയൊക്കെ വന്നിരുന്നിട്ട് അവിടെ ഷൂട്ട് ചെയ്യും. പിന്നെ എല്ലാവരും ഇങ്ങോട്ടാണ് തന്നെ ഈ ഒരു നമ്മളെ ഉളയത്തിൻ്റെ ഈ സ്ഥലത്തൊക്കെ വന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ മെയിനായിട്ട് വരുന്ന കപ്പിൾസാണ്. അവർക്ക് പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. അത് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട കാര്യമില്ല, എനിക്ക് മനസ്സിലാക്കാനും അത് തന്നെ സംഭവം. അതിനൊക്കെ മെയിനായിട്ട് കപ്പിൾസാണ് വരുന്നത്. പിന്നെ ഇപ്പം ഞാൻ വന്നിരിക്കുന്ന സമയവും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ്. അതായത് ഒരു വെള്ളിയാഴ്ചയാണ്, ഏതോ ഒരു വെള്ളിയാഴ്ചയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം പിന്നെ 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ 2 മണി, ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന് ഒരു മണിക്കൂറിന് മേളിലായി. കുറച്ച് നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, അപ്പോൾ അവനെ ഒന്ന് വിളിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആളെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പക്ഷേ അതിവിടെ വേറൊരു സ്ഥലത്താണ്. അപ്പോൾ അവനെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ അവനോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 1/4 മണിക്കൂർ ഇവിടെ വന്ന് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് അടുത്ത റീൽസിനുള്ള എൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. അവിടെ ഇവിടെ ഒരു വെള്ളം കിടപ്പുണ്ട്. ഇതൊക്കെ കക്ക വാരാൻ പോകുന്ന ടീമിൻ്റെ വള്ളങ്ങളാണ്. ഇവിടെ മെയിനായിട്ട് അങ്ങനത്തെ സെറ്റപ്പാണ്, കക്ക വാരൽ സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് തെറിയാൻ. വേറെ കാര്യമായിട്ടൊന്നും പരിപാടികളൊന്നുമില്ല. ഇനി നേരെ നമ്മൾ കാക്കനാടേക്ക് പോവുകയാണ്. കാര്യം വന്ന പരിപാടി നടന്നില്ല, ഒന്നും നടന്നില്ല. അത് കാരണം നേരെ കാക്കനാട് പോവുക, ഇത്രയോട്ട് പരിപാടി. പിന്നെ എനിക്കൊന്ന് തൊടുപുഴയ്ക്ക് ചിലപ്പോൾ ഇന്ന് പോകേണ്ടി വരുമായിരിക്കും.
അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ അധികം നേരം നിൽക്കാനില്ല. ഈ തവണക്കട കൂടെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ, കാണിക്കാൻ ടൈമിനില്ല. പിന്നെ അതേ ഓൾറെഡി കപ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി ഇന്നത്തെ ഒരു നിർത്തുകയാണ്. ഇത്ര ഉള്ളൂ വ്ളോഗ്, വേറെ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ വ്ളോഗാണ്. ഞാൻ വിചാരിച്ച പോലത്തെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകണം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. അവർ മറ്റൊരു കിടക്കും വ്ളോഗുമായിട്ട് വരാം. പിന്നെ അവിടെ ഒരു കപ്പിൾസും കാര്യങ്ങളും വന്നുകൊണ്ട് നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ. അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരേക്കും സ്പീഡ് ആർക്കോ സബ്സൈനിങ് ബൈ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും സബ് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.